അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്, വളരെ പരിചിതമായ ഒരു വ്യക്തിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാം വാക്യം, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്നു കാൺമീൻ. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്നു കാൺമീൻ. വളരെ ചെറിയൊരു വാക്യമാണ്. വലിയ അർത്ഥതലങ്ങൾ അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ വാച്യാർത്ഥത്തിൽ വലിയ അർത്ഥതലങ്ങളില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വാക്യമാണ്. ഇതൊരു സാക്ഷ്യമാണ്, ഒരു വ്യക്തി സാക്ഷിക്കുന്നതാണ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ. ഈ വേദഭാഗം പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരണമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണിത്. യേശു ക്രിസ്തുവും ശമരിയക്കാരി സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും, ആ സംഭാഷണത്തിന്റെ ഒടുവിലായി ശമരിയക്കാരി സ്ത്രീ പറയുന്ന വാചകമാണിത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ. നമുക്ക് ഈ വേദഭാഗം വളരെ സുപരിചിതമായതുകൊണ്ട് ആ വേദഭാഗം ഞാൻ വായിക്കുന്നില്ല. യേശു ക്രിസ്തു സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ കൂടി കടന്നുപോയി. അവിടെ യാക്കോബിന്റെ കിണറിന് അടുത്ത് 6-ാം മണി നേരത്ത് യേശു തമ്പുരാൻ ഒരു സ്ത്രീയുമായി സംവേദിക്കുന്നതാണ്. അവളൊരു ശമരിയ സ്ത്രീയാണ്, യേശു ക്രിസ്തു ഒരു യഹൂദനാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നു. എനിക്ക് ദാഹജലം നൽകണമെന്ന് യേശു ക്രിസ്തു പറയുന്നു. അപ്പോൾ അവൾ തിരിച്ചു പറയുന്നുണ്ട്, നീ യഹൂദനല്ലേ? ഇങ്ങനെയുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു. ആ സംസാരത്തിനൊടുവിൽ യേശു ആരാണെന്ന് ശമരിയ സ്ത്രീ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാകുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗം അറിയാം, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ ചില ഗാനങ്ങളുണ്ട് ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി. നമുക്കറിയാം, കേരളത്തിൽ ആധ്യാത്മിക രംഗത്ത് നിന്ന് വൈദികനായി നിന്നുകൊണ്ട് കേരളത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് കടന്ന ഒരു വന്ധ്യ വൈദിക ശ്രേഷ്ഠനായിരുന്നു ഹാബേലച്ചൻ. ഹാബേലച്ചൻ എഴുതിയ ആ ഗാനം നമുക്കറിയാം. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു ശമരായെത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. ഇതൊക്കെ നമ്മുടെ മനസ്സിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഗാനങ്ങളാണ്. അതുകൊണ്ട് ഈ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം. ഈ സംഭവത്തിന്റെ അവസാനം അവൾ സാക്ഷിക്കുന്ന സാക്ഷ്യമാണ് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വേദഭാഗം അനേകം തരത്തിലുള്ള പഠനങ്ങൾക്ക് വിധേയമായ ഒരു വേദഭാഗമാണ്. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ഞാൻ ഈ വേദഭാഗത്തെ കാണുന്ന ഒരു ഭാവം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ലിബറേഷന്റെ ഭാഗമാണ്. ലിബറേഷൻ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. വിമോചനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വിമോചന ദൗത്യം പൂർത്തീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു വിമോചന ദൗത്യം നിർവഹിക്കപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം. നമുക്കറിയാം, വിമോചനം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ഈ സമരമുഖങ്ങളുമായിട്ടൊക്കെ ചേർന്നാണ് വിമോചനം എന്ന വാക്ക് കൂടുതൽ കേൾക്കുന്നത്. ആ സമരമുഖങ്ങളിലേക്കൊന്നും പോകണ്ട. പക്ഷെ ആരെയാണ് ഏറ്റവും കൂടുതൽ വിമോചിക്കേണ്ടത്? വിമോചിക്കപ്പെടേണ്ടത് ഈ സമൂഹത്തിൽ പ്രയാസത്തിലും ദുരിതത്തിലും കൂടെ കടന്നു പോകുന്ന വിഭാഗങ്ങളാണ്. ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകൾ കൂടിയോ പ്രയാസങ്ങളിൽ കൂടിയോ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന വിഭാഗമാണ് വിമോചിക്കപ്പെടേണ്ടത്. അങ്ങനെ നോക്കിയാൽ വിമോചന ദൗത്യവുമായി, ലിബറേഷൻ മിഷനുമായി ഈ വേദഭാഗം എങ്ങനെ അടുത്തു നിൽക്കുന്നു എന്ന് ചിന്തിച്ചാൽ യേശു ക്രിസ്തു സംസാരിക്കുന്നത് ഒരു സ്ത്രീയുമായിട്ടാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് ആ കാലത്ത് സമൂഹത്തിൽ യാതൊരു തരത്തിലും പരിഗണനയില്ലാത്ത വിഭാഗമായിരുന്നു. യഹൂദന്മാരുടെ പ്രാർത്ഥന നമുക്കറിയാം, ദൈവമേ നീ എന്നെ പന്നിയായും സ്ത്രീയായും ജനിപ്പിക്കാത്തതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ സ്ത്രീകളുടെ സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പന്നികൾക്ക് സമാനമാണ് സ്ത്രീകൾ ആ കാലഘട്ടം. അപ്പോ ആ തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്ന സ്ത്രീ വിഭാഗത്തിന്
ദൈവം നൽകിയ ഒരു വലിയ അരുളപ്പാടായി നമുക്ക് ഈ വേദഭാഗത്തെ വേണമെങ്കിൽ കാണാം. യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ക്രിസ്തു കൂടുതൽ സംവേദിച്ചത് സമൂഹത്തിൽ പ്രയാസത്തിലും ദുരിതത്തിലും അടിച്ചമർത്തലുകളിലും കിടന്നിരുന്ന വിഭാഗവുമായിട്ടായിരുന്നു. യേശുക്രിസ്തു സ്ത്രീകളോട് സംവേദിച്ചിരുന്നു, കുട്ടികളോട് സംവേദിച്ചിരുന്നു, ചുങ്കക്കാരോടും പാപികളോട് സംവേദിച്ചിരുന്നു, വേശ്യാസ്ത്രീകളോട് സംവേദിച്ചിരുന്നു, രോഗികളോട് സംവേദിച്ചിരുന്നു, യഹൂദന്മാരല്ലാത്തവരോട് സംവേദിച്ചിരുന്നു. ഇവർക്കൊക്കെ ഉള്ളൊരു വിമോചനമാണ് ക്രിസ്തുവിന്റെ രക്ഷാപ്രവർത്തനത്തിൽ നാം കാണുന്നത്. അപ്പൊ ലിബറേഷൻ എന്ന് പറയുന്ന വാക്ക്, വിമോചനം എന്ന് പറയുന്ന വാക്ക് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം നാം കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണ്. വിമോചനം എന്ന് പറയുന്നത് യേശുവെമ്പുരാൻ ദേവാലയത്തിൽ വായിച്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അവിടെ എന്താ യേശുവെമ്പുരാൻ വായിക്കുന്നത്? ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. എന്നെ അയച്ചിരിക്കുന്നത് എന്തിനൊക്കെയാണ്? ബദ്ധന്മാർക്ക് വിടുതൽ ലഭിക്കണം, കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കണം. അങ്ങനെ ഈ സമൂഹത്തിന്റെ പ്രയാസത്തിലും പ്രതിസന്ധികളിലും കൂടെ ആരൊക്കെ കടന്നു പോകുന്നുവോ അവരുടെ വീണ്ടെടുപ്പാണ് എൻ്റെ ലക്ഷ്യം. നസ്രത്ത് മാനിഫെസ്റ്റോ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വേദഭാഗമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന ശില എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ലിബറേഷൻ എന്ന് പറയുന്നത്, ഈ വിമോചനം എന്ന് പറയുന്നത്, ഈ സ്ത്രീയുടെയുമായുള്ള സംസാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് എപ്രകാരമാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള ഏതാനും ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇതെന്ന് ഒന്നാമതായി ഒരാശയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്, ഈ വിമോചന ദൗത്യം പൂർണ്ണമാകുന്നത് സ്വയം രൂപാന്തരത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. വിമോചന ദൗത്യം പൂർണ്ണമാകുന്നത് സ്വയം രൂപാന്തരത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ വിമോചനം എന്ന് കേൾക്കുമ്പോൾ അതിനകത്തൊരു സ്വയത്തിന്റെ യാതൊരു തരത്തിലുമുള്ള രൂപാന്തരത്തിന്റെ ഭാവം ഉണ്ടെന്ന് തോന്നത്തില്ല. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന പോലെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ സംരക്ഷിക്കുക, അവരെ വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എന്ന വ്യക്തിക്ക് അതിനകത്തൊരു രൂപാന്തരം ഉണ്ടാകേണ്ടെന്ന ആവശ്യം എന്താണെന്നുള്ളൊരു ചോദ്യം വരും. ഈ ലിബറേഷൻ തിയോളജി പറയുന്ന തിയോളജിയെ കുറിച്ച് സംസാരിക്കല്ലോ, വായിച്ചു കേട്ട പരിചയമേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാക്കി കുറച്ചൊക്കെ അച്ഛനോട് ചോദിച്ച് സംശയ നിവാരണം വരുത്തുമെന്നല്ലാതെ വേദശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയല്ല. ഈ ലിബറേഷൻ തിയോളജിയിൽ പറയുന്നത് ട്രൂ ലിബറേഷൻ ഇൻവോൾവ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഒപ്രസ്ഡ് ആൻഡ് ദ ഒപ്രസർ. പീഡിതനും പീഡകനും ഒരുപോലെ മാറ്റം ഉണ്ടാകേണ്ടതാണ് വിമോചനം എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ എൻ്റെ മനസ്സിലൊരു സംഭവം തങ്ങി നിൽക്കുന്നത്, ഒരിക്കൽ എൻ്റെ പിതാവ് ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ, കാലുകൾ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരു ദേവാലയത്തിൽ പ്രസംഗിച്ചപ്പോൾ അപ്പോൾ ഉപയോഗിച്ച ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്. അപ്പയുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ജോലിക്ക് വരുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അപ്പം അപ്പയുടെയൊക്കെ ചെറുപ്പപ്രായത്തിൽ അപ്രകാരം വീട്ടിൽ ജോലിക്ക് വന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് വരുന്നവരെ പേര് വിളിക്കാനാണ് ശീലിപ്പിച്ചിരുന്നത്. പഴയ കാലങ്ങളിൽ, ഇപ്പോഴത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ജോലിക്ക് വരുന്നവരെ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള മനുഷ്യരെ, കുറച്ച് സാമ്പത്തികമുള്ള വീടുകളിലെ കുട്ടികൾ പേരുകൾ വിളിക്കാൻ ശീലിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രായമുള്ളവർക്ക് അത് കുറെ കൂടി മനസ്സിലാകും. അപ്പം അപ്പ പറഞ്ഞിട്ടുണ്ട്, ആ പ്രസംഗത്തിൽ അന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ വീട്ടിൽ വരുന്ന അപ്പൻ്റെ പ്രായമുള്ള മനുഷ്യനെ പേര് വിളിക്കാനാണ് ശീലിപ്പിച്ചത്. പക്ഷെ വളർന്നപ്പോഴാണ് മനസ്സിലായത് എത്ര വലിയ പാതകമാണ് ഞാൻ ചെയ്തത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹായത്തിനായി ജോലിക്കായി എത്തിയ ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ ആ മനുഷ്യൻ്റെ പിതാവിൻ്റെ പ്രായമുണ്ട്, ഞാൻ മാനിക്കേണ്ടതാണ്. വളർന്നപ്പോൾ ആ ബോധ്യം എനിക്കുണ്ടായി എന്നൊരിക്കൽ അപ്പോൾ പ്രസംഗിച്ച് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിമോചനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു രൂപാന്തരം കൂടിയാണ്. ആ പ്രായമുള്ള മനുഷ്യനെ ഞാൻ പേര് വിളിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ ആ ശീലിപ്പിച്ചത് ശരിയായില്ല എന്നുള്ള തിരിച്ചറിവാണ് വിമോചനത്തിൽ കൂടി സംഭവിക്കേണ്ടത്. നമ്മൾ പലതരത്തിലുള്ള തിയറീസൊക്കെ പഠിക്കുമ്പോൾ ഇന്റർസെക്ഷനാലിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കാറുണ്ട്. അത് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ ശമ്പള വർധനവിനായിട്ട് നമ്മൾ ആവശ്യപ്പെടും, സമരം ചെയ്തെന്ന് വരാം, അല്ലെങ്കിൽ അവധിക്കായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടെന്ന് വരാം. ഇങ്ങനെയുള്ള ശമ്പള വർധനവോ
അല്ലെങ്കിൽ അവധിയോ ഒക്കെ അപേക്ഷിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിനായിട്ടുള്ള സമരമുഖങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരനോ ജോലിക്കാരിയോ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ശമ്പള വർധനവ് ചോദിച്ചാൽ നമ്മുടെ ഭാവം എന്തായിരിക്കും? അവരൊരു ദിവസത്തെ അവധി നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ഭാവം എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, വിമോചനം എന്ന് പറയുമ്പോൾ, ക്രിസ്തു വിഭാവനം ചെയ്ത വിമോചനം എന്ന് പറയുന്നത് നമ്മളിലുള്ളൊരു രൂപാന്തരം ഉണ്ടായെങ്കിലേ വിമോചനം പൂർണ്ണമാകത്തുള്ളൂ. ഇപ്പൊ യേശു ക്രിസ്തു ഇവിടെ ഈ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തു യഹൂദനാണ്. യഹൂദൻ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന്റെ മുകൾ തട്ടിലുള്ളവരാണ്. ആ സമൂഹത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള വിഭാഗമാണ് യഹൂദന്മാർ. ഇന്നും നമുക്കറിയാം, ലോകം മുഴുവൻ നോക്കിയാൽ യഹൂദന്മാരെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ വളരെ മുൻപിൽ നിൽക്കുന്നവരാണ്. ദൈവം അനുഗ്രഹിച്ച വിഭാഗം തന്നെയാണ്. ലോക പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരും ഇക്കണോമിസ്റ്റുകളും ഒക്കെ യഹൂദന്മാരാണ്. അതുകൊണ്ടാണല്ലോ ജർമ്മനിയിൽ നാസികളാൽ അല്ലെങ്കിൽ ഹിറ്റ്ലറാൽ അത്രയധികം പീഡകൾ കൂടി അവർ കടന്നുപോയത്. അവിടെ യഹൂദന്മാർ ദൈവം അനുഗ്രഹിച്ച ഒരു വിഭാഗം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ലോകത്തിൽ യഹൂദന്മാർക്ക് അവരുടെ ബുദ്ധിവികാസത്തിൽ അവർക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. പോകട്ടെ, അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ യഹൂദന്മാർ സമൂഹത്തിന്റെ മുകൾ തട്ടിലുള്ളവരാണ്. അപ്പൊ യേശു ക്രിസ്തു ഒരു യഹൂദനാണ്. ശമരിയർ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരാണ്. യഹൂദന്മാരുടെ ഒപ്പം നിൽക്കുന്നവരല്ല ശമരിയർ. അതുകൊണ്ട് യഹൂദന്മാർ യാതൊരു വിധത്തിലുള്ള സമ്പർക്കത്തിന് ശമരിയരുമായി പോകാറില്ല. അവിടെയാണ് യഹൂദനായ ക്രിസ്തു ശമരിയക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്നത്. ക്രിസ്തു ദൈവമാണ്, ക്രിസ്തുവിന് രൂപാന്തരത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ക്രിസ്തു കാട്ടിത്തന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തു യഹൂദന്മാരെ കാട്ടിക്കൊടുത്തു. ആ യഹൂദന്മാർക്ക് രൂപാന്തരം ഉണ്ടാകണം, എങ്കിലേ ശമരിയരെ വീണ്ടെടുക്കുവാനായി സാധിക്കത്തുള്ളൂ. അതാ യേശു ക്രിസ്തു അവിടെ കാണിച്ചു തന്നത്. അപ്പൊ ഈ വിമോചനം എന്ന് പറയുന്നത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ സ്വയം രൂപാന്തരത്തിന്റെ അവസ്ഥയിൽ കൂടി നമ്മൾ ഓരോരുത്തരും കടന്നു പോയെങ്കിലേ ഈ ലിബറേഷൻ അഥവാ വിമോചനം സാധ്യമാകത്തുള്ളൂ. ഇന്നും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ എത്രയൊക്കെ വികസനം വന്നു എന്ന് പറഞ്ഞാലും, സമൂഹം എത്രയധികം മുൻപോട്ട് പോയെന്ന് പറഞ്ഞാലും, ഇന്നും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുണ്ട് എങ്കിൽ നമ്മുടെയൊക്കെ മനസ്സുകൾക്കൊരു രൂപാന്തരം സംഭവിക്കാഞ്ഞിട്ടല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഉണ്ടാകേണ്ടത്. ഈ സ്ത്രീയിലുണ്ടായ ഈ രൂപാന്തരം എങ്ങനെയാ ഉണ്ടായത്? മലയാളം വേദപുസ്തകം നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. അവൾ ക്രിസ്തുവിനെ ആദ്യം നീ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്, യജമാനനെ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്, പ്രവാചകൻ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്, ഏറ്റവും അവസാനം മഷിഹ എന്നാ പറയുന്നത്. നീയിൽ തുടങ്ങി യജമാനിലേക്ക് മാറി, പ്രവാചകനിലേക്ക് മാറി, മഷിഹായിൽ എത്തിച്ചേർന്നു. ആ രൂപാന്തരം അവളെ സംഭവിച്ചു. ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഈ പദങ്ങളൊന്നുമില്ല, സർ എന്ന പദം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സർ അവസാനം മഷിഹായായി മാറുന്നതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ മലയാളം ബൈബിളിൽ നീ എന്നും യജമാനെന്നും പ്രവാചകനെന്നും പറഞ്ഞതിന് ശേഷം മഷിഹ എന്നവൾ തിരിച്ചറിഞ്ഞു. ഈ ട്രാൻസ്ഫോർമേഷൻ അഥവാ ഈ രൂപാന്തരം അവളിൽ ഉണ്ടായി. ഈ രൂപാന്തരം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകുമ്പോഴേ നമ്മുടെയൊക്കെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം നമുക്കുണ്ടാവുകയുള്ളൂ. ഇതാണ് ഈ സ്ത്രീയിൽ സംഭവിച്ചത്. അവള് യേശുക്രിസ്തുവുമായി സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ വേദഭാഗം ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം എൻ്റെ മനസ്സിൽ കുറച്ചുകൂടി തങ്ങി നിന്നത്. ഇവള് യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോൾ നമുക്കറിയാം, അവൾ വ്യർത്ഥവാക്കുകൾ യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നില്ല. അവരുടെ സംസാരങ്ങളിൽ, അവരുടെ വാക്കുകളിൽ ഒരു വാക്കുപോലും വ്യർത്ഥമായിരുന്നില്ല. അവളുടെ വിശ്വാസത്തെക്കുറിച്ച്, അവളുടെ സമ്പ്രദായത്തെക്കുറിച്ച്, അവളുടെ സംസ്കാരത്തെക്കുറിച്ച് അവൾക്ക് ആഴമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവള് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ യഹൂദന്മാരാണ്, നിങ്ങൾ ജെറുസലേമിലാണ് ആരാധിക്കുന്നത്, ഞങ്ങൾ ഈ ഗരിസീം പർവ്വതത്തിലാണ് ആരാധിക്കുന്നത്. അവൾ പറയുന്ന അവളുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പൊ ശമരിയ സ്ത്രീയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അവളുടെ നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ സംഭവം നമ്മൾ വായിച്ചു നോക്കിയാൽ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അവൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. അവരാരാണെന്നും അവരെവിടെ ആരാധിക്കുന്നുവെന്നും വ്യക്തമായ ബോധ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു. ആ തരത്തിൽ നോക്കിയാൽ യേശു ക്രിസ്തുവുമായ ഒരു വേദശാസ്ത്ര സംവാദം നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വാക്കുകളിൽ ഒരു വാക്കുപോലും വ്യർത്ഥവാക്കുകളില്ലായിരുന്നു. അവളുടെ വിശ്വാസത്തിലും അവളുടെ പാരമ്പര്യത്തിലും അവളുടെ സംസ്കാരത്തിലും
ആഴമേറിയ അവബോധം അവൾക്കുണ്ടായിരുന്നു. ആ അവബോധത്തിൽ നിന്നാണ് അവൾ സംസാരിച്ചത്. ആ അവബോധത്തിൽ നിന്ന് അവൾ സംസാരിച്ചപ്പോൾ അവൾക്ക് രൂപാന്തരമുണ്ടായി. നമ്മുടെയൊക്കെ സംസാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും അടിയുറച്ച ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ അടിയുറച്ച ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണോ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതെന്നൊരു ബോധ്യം നമുക്ക് ചില സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. മറിയാം എലീശബ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ സംഭാഷണം ഒന്ന് വായിച്ചു നോക്കണം. മറിയാമും എലീശബയും സംസാരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പുകഴ്ചയല്ലാതെ അവരുടെ ഇടയിൽ സംസാരിക്കാൻ മറ്റൊന്നുമില്ലായിരുന്നു. സംഭാഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്ത് സംസാരിക്കുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം എന്ന വ്യക്തി രൂപീകൃതമാകുന്നത്. അതുകൊണ്ട് കേൾക്കുന്നതിനും പറയുന്നതിനും പ്രാധാന്യമുണ്ട്. കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാവൂ, കൊള്ളേണ്ടത് മാത്രമേ കൊള്ളാവൂ. ഒരു പഞ്ചതന്ത്ര കഥയുണ്ട്, രസകരമായി തോന്നിയതാണ്, പങ്കുവയ്ക്കുന്നു. ഒരിക്കൽ ഒരു കഴുത ഇങ്ങനെ നടന്നു പോയപ്പോൾ ആ വഴി ഒരു കടുവയും വന്നു. അപ്പോൾ ആ കടുവയോട് ഈ കഴുത പറഞ്ഞു, ഈ പുല്ലിനെല്ലാം നീല നിറമാണ്, ഈ പുല്ലിനെല്ലാം നീല നിറമാണെന്ന് ഈ കടുവയോട് പറഞ്ഞു. കടുവ അവിടെ നിന്ന് തർക്കിച്ചു. ആ സമയത്ത് ഒരു കരടി വന്നു അതുവഴി. കരടിയോട് കടുവ ഈ സംഗതി പറഞ്ഞു. കരടി ശ്രദ്ധിച്ചില്ല, കരടിയുടെ വഴിക്ക് പോയി. അപ്പോൾ കടുവ വീണ്ടും അവിടെ നിന്ന് തർക്കിച്ചു. കടുവ കുറച്ചുകൂടെ ആരോഗ്യ ദൃഢഗാത്രനാണ്, നമുക്കറിയാം. കഴുത അത്രയുമല്ല, അതുകൊണ്ട് കടുവയ്ക്ക് വിട്ടുകൊടുക്കാൻ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. അപ്പോൾ ഇതൊരു സാങ്കല്പിക കഥയാണെന്ന് നമുക്കറിയാം, കേൾക്കുമ്പോൾ തന്നെ അറിയാം. അവർ ഈ ഒരു കേസ് സിംഹരാജൻ്റെ അടുക്കൽ എത്തിച്ചു. അപ്പോൾ സിംഹരാജൻ്റെ അടുക്കൽ എത്തിച്ചിട്ട് സിംഹരാജൻ ഇത് മുഴുവനും കേട്ടിട്ട് കടുവയെ ശിക്ഷിച്ചു. എന്നിട്ട് കടുവയോട് പറഞ്ഞു, ആവശ്യമില്ലാത്തത് കേൾക്കാൻ നിന്നതിനാണ് നിന്നെ ശിക്ഷിക്കുന്നത്. സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പുല്ലിന് നീലയല്ല പച്ച നിറമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആവശ്യമില്ലാത്തത് കേൾക്കുകയും ആവശ്യമില്ലാത്തത് പറയുകയും ആവശ്യമില്ലാത്തതിന് ഇടം കൊടുക്കുകയും ചെയ്തതിന്, നീ വിവേകം ഉപയോഗിക്കാത്തതിന് നിനക്ക് ഞാൻ ശിക്ഷ നൽകുന്നു. ഇപ്പം ഈ വിവേകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ഇതിലെന്തൊക്കെ കൊള്ളണം, എന്തൊക്കെ കളയണം എന്നുള്ളത് നമ്മുടെ വിവേചനത്തിൽ വരുന്ന കാര്യമാണ്. പത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണും. നിങ്ങൾ മോനോട് പറയും പത്രം വായിക്കണമെന്ന് പറയും. പത്രം വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം അവൻ വന്ന് കുറേ വിഷയങ്ങൾ പറഞ്ഞു. രാഷ്ട്രീയം പറയുമല്ല കേട്ടോ. അവൻ ശബരിമലയെന്ന് പറഞ്ഞു, മാങ്കൂട്ടത്തിലെന്ന് പറഞ്ഞു, അമേരിക്കയുടെ കടന്നാക്രമണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോൻ നീ തൊട്ട് പത്രം വായിക്കണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അമ്മ പറഞ്ഞു തരാം, അല്ല ഞാൻ ഈ പത്രത്തിൽ ഏത് പേജാന്ന് പറഞ്ഞു തരാം, മോൻ അത് മാത്രം വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. നമ്മൾ എന്ത് കൊള്ളുന്നു, നമ്മുടെ മുൻപിലേക്ക് എന്തൊക്കെ വാർത്തകൾ വരുന്നു, ഇത് ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇന്നത്തെ ലോകത്ത്. കാരണം നോളജ് എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ വിജ്ഞാന വിസ്ഫോടനമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതിലെന്താ വേണ്ടത്, ഇതിലെന്ത് സ്വീകരിക്കണം, നമുക്ക് ആവശ്യമുള്ളത് ഏതാ? ഇവിടെയാണ് ഈ സ്ത്രീ നമ്മളെ കാണിച്ചു തരുന്നത്. അവൾക്ക് ആവശ്യമുള്ള അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ അവൾ നേടിയെടുത്തിരുന്നു. അതാണ് അവളിൽ രൂപാന്തരം ഉണ്ടാക്കിയത്. നമുക്ക് ആവശ്യമുള്ള വിശ്വാസങ്ങൾ, ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുമാത്രമേ രൂപാന്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പീഡകനുമുണ്ട് പീഡിതനുമുണ്ട്. പീഡിപ്പിക്കുന്നവരായിരുന്നു ഇവിടെ യഹൂദന്മാരെന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ പീഡിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശമരിയർ എന്ന് പറയുന്ന വിഭാഗത്തെ മാറ്റി നിർത്തുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ളവരായിരുന്നു യഹൂദന്മാർ. വലിയ നോമ്പിൻ്റെ സമയത്ത് വ്യാഴാഴ്ച സന്ധ്യയിൽ ഉപയോഗിക്കുന്ന ഒരു ഗീതമുണ്ട്. ഇത് പാടുമ്പോഴെൻ്റെ മനസ്സിൽ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ ഒരു ഗീതമാണ്. എല്ലാവർക്കും അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ. ന്യായാധിപ നിലയം വഴിയായി ഞാൻ പോകുന്നേരം കണ്ടേനൊരു പീഡകനെയും പീഡിതനെയും ഞാൻ. നിന്നാൽ വലമായി മർദ്ദനമേൽക്കുന്നോൻ മറുഭാഗത്തായി മർദ്ദിക്കുന്നോനും പീഡകനാകാതെന്നാഥ ഞാൻ പീഡിതനായി. പീഡകനാകാതെന്നാഥ
വിധിയിന്നും രക്ഷിതനാകേണമേ. ഹാലേലുയ്യ, ഹാലേലുയ്യ. ഇത്ര മനോഹരമായിട്ട് എനിക്ക് ഗാനം തോന്നി. കാരണം എന്താ പറയുന്നത്? ഞാനൊരു പീഡകനെയും കണ്ടു, പീഡിതനെയും കണ്ടു. പീഡനം ഏൽക്കുവന്നവൻ നിന്നത് വലതുഭാഗത്താണ്. അപ്പൊ എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഞാൻ പീഡനം കൊടുക്കുന്നവനാകരുതേ, ഞാൻ പീഡനം ഏൽക്കുന്നവനാകണമേ എന്നാ പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ആരെയും ഒന്നും ആ രീതിയിലൊന്നും പ്രയാസപ്പെടുത്താനൊന്നും പോയിട്ടില്ല എന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ വാക്കുകൊണ്ടോ, നോട്ടം കൊണ്ടോ, സംസാരം കൊണ്ടോ, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവങ്ങൾ കൊണ്ടോ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പീഡനം തന്നെയാണ്. അവിടെയാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകേണ്ടത്. ഈ രൂപാന്തരമാണ് വിമോചന ദൗത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയാം. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുകയും. നിങ്ങൾ ആദ്യം ചെയ്യണം, എന്നിട്ടേ പ്രതീക്ഷിക്കാവൂ. നമ്മളോട് പിണക്കമുള്ള ഒരാൾ നമ്മളോട് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സംസാരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു വിമോചനം ഉണ്ടാകും. നമ്മൾ എന്തിൽ നിന്നാണ് വിമോചിക്കപ്പെടേണ്ടത്? നമ്മൾ വിമോചിക്കപ്പെടേണ്ടത് നമ്മുടെ മനസ്സിനകത്തുള്ള ഒരുപാട് കെട്ടുപാടുകളിൽ നിന്നാണ്. നമ്മൾ ബന്ധങ്ങളൊക്കെ കെട്ടി ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ കെട്ടിപ്പടുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ അനേകം അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. അത് ഇടിച്ചു തകർക്കണമെന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനം, അവൻ വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഒരു പുതു മനുഷ്യനെ സൃഷ്ടിച്ച് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പാകും. ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പാകും. യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകരുതെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മത, വർഗ, രാഷ്ട്രീയ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാകരുത്. മറ്റു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവസൃഷ്ടിയാണെന്നുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ. മറ്റൊരു ജാതിയായിരിക്കാം, മറ്റൊരു മതമായിരിക്കാം, സാമ്പത്തികത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം, പദവികളിൽ വ്യത്യാസമുണ്ടെന്നിരിക്കാം, പക്ഷേ അവൻ ദൈവസൃഷ്ടിയാണ്. ഇതിടിച്ചു കളയുമ്പോഴേ നമ്മുടെ മനസ്സുകൾ വിമോചനത്തിന്റെ ഭാവത്തിലേക്ക് വരികയുള്ളൂ. ക്രിസ്തു അതാ കാണിച്ചു തന്നത്. ക്രിസ്തുവിന്റെ ജീവിതം ഉടനീളം നോക്കിയാൽ അറിയാം, ഈ യാതൊരു അതിർവരമ്പുകളും യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കുട്ടികളെന്നോ, രോഗികളെന്നോ, പാപികളെന്നോ, ചുങ്കക്കാരെന്നോ, സ്ത്രീകളെന്നോ, വേശ്യകളെന്നോ യേശു ക്രിസ്തു നോക്കിയിട്ടില്ല. അവരുടെ രക്ഷയായിരുന്നു ക്രിസ്തുവിന് പ്രധാനം. ഈ രക്ഷയാണ് വിമോചന ദൗത്യത്തിൽ കൂടി നാം ലക്ഷ്യം വെക്കേണ്ടത്. ഇതിനുള്ള ഒരു ആഹ്വാനമാണ് ഈ സ്ത്രീ നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ഈ സ്ത്രീ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും സമ്പ്രദായത്തെക്കുറിച്ചും അവൾക്ക് ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ഇതേതെങ്കിലും അവൾ തിരുത്തിയതായിട്ട് കാണുന്നുണ്ടോ? ഞാൻ വിശ്വസിച്ചിരുന്നൊക്കെ തെറ്റായിരുന്നു എന്ന് അവൾ പറയുന്നില്ല. പക്ഷെ അവളുടെ വിശ്വാസങ്ങൾ അവൾ തിരുത്തിയില്ല. അവരുടെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു എന്ന് അവൾ വിശ്വസിച്ചില്ല. പക്ഷെ അവരുടെ വിശ്വാസങ്ങൾക്ക് അവൾ വ്യക്തത വരുത്തി, ഒരു ക്ലാരിറ്റി ഉണ്ടായി. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നത് ഈ ഒരു ക്ലാരിറ്റി ആണോ എന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, എന്ന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ദേവാലയങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നത് കൺവെൻഷൻ വേദികളിൽ, അല്ലെങ്കിൽ ദേവാലയം ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ അതിലൊക്കെ വിജയകരമായി നടക്കുന്നത് വിശ്വാസികളുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ വിശ്വാസത്തിന് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിനെ കാണാൻ ആ വ്യക്തതയാണ് നമുക്ക് ആവശ്യം. ഒരു കൊച്ചു കഥ കേട്ടിട്ടുള്ളത് ഞാൻ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു ബാലൻ, അവൻ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ദൈവത്തെ അന്വേഷിച്ച് അവൻ ഇറങ്ങി. കയ്യിൽ ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് അവൻ പോയത്. പോകുന്ന വഴിക്ക് അവനൊരു പാർക്കിലിരുന്നപ്പോൾ അവൻ ദാഹിച്ചു. അവൻ്റെ അടുത്തൊരു വൃദ്ധയായ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അവന് ഈ സ്ത്രീക്ക് കുറച്ച് വെള്ളവും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പലഹാരങ്ങളും നൽകി. പിന്നെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ ദൈവത്തെ കണ്ടില്ല. വീട്ടിൽ ചെന്നിട്ട് അവൻ അമ്മയോട് പറഞ്ഞു,
അപ്പോൾ അവൻ അന്നത്തെ ദിവസം മുഴുവൻ അവൻ ചിന്തിച്ചു, ഞാൻ ഇന്ന് മുഴുവൻ പോയല്ലോ, പക്ഷെ ഞാൻ ദൈവത്തെ നേരിട്ടൊന്നും കണ്ടില്ലല്ലോ. പക്ഷെ വൈകിട്ടായപ്പോൾ അവന് തോന്നി, അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ദൈവത്തെ കണ്ടു. ദൈവത്തിൻ്റെ പുഞ്ചിരി മനോഹരമാണ്. കാരണം അവൻ കൊടുത്ത വെള്ളവും അവൻ കൊടുത്ത പലഹാരങ്ങളും വാങ്ങിക്കഴിച്ച വൃദ്ധ അവനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്? അവനെ സംബന്ധിച്ച് എന്താണ് ദൈവം? മനോഹരമായി പുഞ്ചിരി സമ്മാനിക്കുന്നവനാണ് ദൈവം. ഈ വൃദ്ധയും വീട്ടിൽ പോയി. വൃദ്ധയും വീട്ടിൽ ചെന്നിട്ട് അവരുടെ മകനോട് പറഞ്ഞു, മോനെ ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ വിചാരിച്ചതിലും ചെറുപ്പമാണ് ദൈവം. എവിടെയാണ് നാം ദൈവത്തെ കാണേണ്ടത്? ദൈവത്തെ നാം കാണേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ്. നമ്മൾ ജീവിതത്തിൽ വലിയ അതിശയങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തെ അന്വേഷിക്കും. ഓരോ നിമിഷവും വഴി നടത്തുന്ന ദൈവം, അതാണ് ദൈവം. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസത്തിന് കുറച്ചുകൂടി വ്യക്തത വരണം. വിശ്വാസത്തിന് വ്യക്തത ഉണ്ടാകുമ്പോൾ നമ്മുടെ മുൻപിൽ കൂടി കടന്നു പോകുന്ന അനേകം പ്രതിസന്ധികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്ത നമ്മളെ അലട്ടും. നമുക്കറിയാം, നമ്മൾ നീ ജീവിക്കുന്ന ഈ ലോകം കുട്ടികളെ സംബന്ധിച്ച് അത്ര സുരക്ഷിതമാണെന്നുള്ളൊരു ബോധ്യം എനിക്കില്ല. പഴയ കാലങ്ങളെ വെച്ച് പിള്ളേരെ പിടുത്തക്കാരൊക്കെ കുറവുണ്ടായിരിക്കാം. പക്ഷേ കുട്ടികൾ ജീവിക്കുന്ന സൈബർ ലോകത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നുണ്ട്. ഞാനൊരു അധ്യാപിക കൂടിയാണ്. നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അവർ ആയിരിക്കുന്ന ലോകം എന്താണെന്ന് നമുക്കറിയില്ല. കുട്ടികളിൽ പെരുമാറ്റ വൈകല്യങ്ങൾ വർദ്ധിക്കുന്നു, ബന്ധങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാകുന്നു, ദേവാലയങ്ങളിൽ വിശ്വാസികൾ കുറയുന്നു, സ്പർദ്ധ വർദ്ധിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന അനേകം പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചിലപ്പോൾ നമ്മൾ ഈ പിള്ളേരോട് സംസാരിച്ചാൽ ഇവരുടെ ഭാഷ പോലും ചിലപ്പോൾ മനസ്സിലാകാറില്ലെന്ന് തോന്നാറുണ്ട്. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപികയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയും അവരുടെ രീതികളും നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത സമയത്ത് ഞാൻ കേട്ടൊരു വാക്കാണ് സിറ്റുവേഷൻഷിപ്പ്. ഇവിടെ ഇരിക്കുന്നവർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിറ്റുവേഷനും കേട്ടിട്ടുണ്ട്, റിലേഷൻഷിപ്പും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സിറ്റുവേഷനും അല്ല, റിലേഷനും അല്ല, റിലേഷൻഷിപ്പും അല്ല, സിറ്റുവേഷൻഷിപ്പ് എന്നൊരു വാക്ക്. ഞാൻ ഹയർ ക്ലാസ്സസിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ പിള്ളേരെന്നോട് പറഞ്ഞു തന്ന വാക്കാണ്. അപ്പോൾ സിറ്റുവേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ ആരാണോ നല്ലതെന്ന് തോന്നുന്നത് അവരുമായിട്ട് ഞാനൊരു ബന്ധത്തിൽ നിൽക്കുന്നതിനാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ കഴിയുമ്പോൾ ആ ബന്ധം അവിടെ തീരും. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്താ? റിലേഷൻഷിപ്പ് നിലനിൽക്കേണ്ടതാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നു? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളാണ്. രക്തബന്ധങ്ങളോ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധമോ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. ആരുമായിട്ടാണെങ്കിലും, മാതാപിതാക്കളുമായിട്ടാണെങ്കിലും സഹോദരങ്ങളായിട്ടാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണെങ്കിലും അവർക്ക് റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു നീണ്ട കാലത്തേക്കുള്ള ഒരു ഉടമ്പടിയാണ്. അതിനവർക്ക് ക്ഷമയില്ല. ഇവർ ഇൻസ്റ്റാ കുട്ടികളാണ്. അതല്ലേ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞങ്ങളുടെ സ്കൂളിലൊക്കെ അച്ഛന്മാർ പറയാറുണ്ട്. ജെസ്യൂട്ട് അച്ഛന്മാർ നടത്തുന്ന സ്ഥാപനം അത്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പഴയ തലമുറയാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ തലമുറ, ജെൻസിയാണ്. അപ്പം ഞാൻ പഴയതാണെന്ന് തോന്നുന്നു, എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല. അപ്പോൾ അവർ ഇൻസ്റ്റാ കുട്ടികളാണ്. അവർക്കെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കയ്യിൽ കിട്ടുന്നത്. അല്ലെ ഇൻസ്റ്റമാർട്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇൻസ്റ്റമാർട്ടിൽ സാധനം ഓർഡർ ചെയ്താൽ പലചരക്കോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, പെട്ടെന്ന് വീട്ടിലെത്തും. അപ്പം ഇൻസ്റ്റൻ്റാണ്, പൊടുന്നനെയാണ് അവർക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടേണ്ടത്. അത് ബന്ധങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അവിടെയാണ് സിറ്റുവേഷൻഷിപ്പ് ഉണ്ടായത്. അപ്പോൾ ആ സിറ്റുവേഷൻഷിപ്പ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് ഒരു പെൺകുച്ചിനോട് ഒരു പയ്യനോട് സ്നേഹം തോന്നി, സിറ്റുവേഷൻഷിപ്പ്. അത് 11 ഉണ്ടാവണമെന്നില്ല. 11 വേറെ സിറ്റുവേഷൻഷിപ്പായിരിക്കും, 12 അടുത്ത സിറ്റുവേഷൻഷിപ്പായിരിക്കും, കല്യാണം കഴിഞ്ഞാലും സിറ്റുവേഷൻഷിപ്പായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. ഇത് നല്ലതാണോ അതോ മോശമാണോ എന്ന് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് ചില സമയങ്ങളിൽ മനസ്സിലാകാറില്ല. പക്ഷെ ഒന്ന് ഉറപ്പാണ്, മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം നിലനിൽക്കത്തില്ല. മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമൂഹം നിലനിൽക്കത്തില്ല. അവിടെ തകർച്ചയുണ്ടാകും. ലഹരി ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നു. ആൺപെൺ ബന്ധങ്ങളിൽ വൈകൃതങ്ങൾ ഉണ്ടാകുന്നു. വിവാഹം എന്ന കൂദാശയ്ക്ക് പവിത്രത നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ നാം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾ തന്നെയാണ്. ഇതിനെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? വ്യക്തമായ ഉത്തരം തരാൻ എനിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നറിയാം, നമ്മളിതിൻ്റെ ഒക്കെ ഒപ്പം ഇതെല്ലാം ശരിയാണെന്ന് കരുതി നീന്താൻ തുടങ്ങിയാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടും.
ഏത് സമൂഹത്തിലും അതാത് കാലഘട്ടങ്ങളിൽ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. വെല്ലുവിളികളില്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല ചരിത്രം പരിശോധിച്ച. കർത്താവിൻ്റെ കാലം പരിശോധിക്കുക. സ്ത്രീകളും കുട്ടികളും രോഗികളും അവർ അധസ്ഥിതരായിരുന്നു. അന്നത്തെ വലിയ തിന്മയതായിരുന്നു. എല്ലാ കാലഘട്ടങ്ങൾക്കും അതിൻ്റെതായ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തിരുത്തിക്കുറിച്ചുകൊണ്ട്, അതിനെ കുറച്ചെങ്കിലും തിരുത്തിക്കൊണ്ട് അവിടെ ഒരു കൗണ്ടർ കൾച്ചർ, ഒരു പ്രതിസംസ്കാരം ഉണ്ടാവുമ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാണ്. അതാ യേശുക്രിസ്തു കാണിച്ചു തന്നത്. ഈ വേദഭാഗം തന്നെ നോക്കിയാൽ നമുക്കറിയാം, യേശുക്രിസ്തു ശമരിയ സ്ത്രീയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ തിരിച്ചെത്തുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാർ അവരെത്തുമ്പോൾ ശിഷ്യന്മാർ ചിന്തിക്കുന്നുണ്ട്, കർത്താവ് എന്തിനാണ് ഇവളോട് സംസാരിക്കുന്നത്? കർത്താവ് എന്താ ഇവളോട് സംസാരിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. ഒന്നവൾ സ്ത്രീയാണ്, രണ്ടാമത് അവളൊരു ശമരിയക്കാരിയാണ്. അപ്പൊ ശിഷ്യന്മാർ അവരുടെ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കി, ക്രിസ്തു എന്തുകൊണ്ട് ഇവളോട് സംസാരിക്കുന്നു? പക്ഷെ അവർ ചോദിച്ചില്ല കർത്താവിനോട്. അത്രയും വിവേകം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ കർത്താവ് കാട്ടിത്തന്ന പ്രതിസംസ്കാരം എന്താണ്? ഈ വീണ്ടെടുപ്പ് അനിവാര്യമാണ്. ഈ വീണ്ടെടുപ്പ് ഇന്നും അനിവാര്യമാണ്. ദിശാബോധം തെറ്റിപ്പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് വീണ്ടെടുപ്പ് അനിവാര്യമാണ്. ലഹരികളിൽ ആശ്രയിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കൊണ്ട് വീണ്ടെടുപ്പ് അനിവാര്യമാണ്. ബന്ധങ്ങൾക്ക് ദൃഢതയില്ലാതെ പോകുന്ന യുവാക്കൾക്കിടയിൽ നമ്മളെ കൊണ്ട് വീണ്ടെടുപ്പ് അനിവാര്യമാണ്. ഇതേത് രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്നത് അതിനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം പ്രാർത്ഥനയോട് ഒരുങ്ങണം. അത് ആവശ്യമാണ്. ഞാൻ വളരെ താമസിച്ചാണ് ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചത്. താമസിച്ചാണെന്ന് പറയാൻ കാര്യം, ആ പുസ്തകം കുറേ നേരത്തെ വായിക്കേണ്ടതായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കും വായിക്കേണ്ടതായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമുണ്ട്. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. നെഹ്റു 11 വയസ്സുകാരിയായ ഇന്ദിരാഗാന്ധിക്ക് 10 വയസ്സുകാരിയായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ എഴുത്തുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. വളരെ വേഗത്തിൽ നമുക്ക് വായിക്കാം. കാരണം 10 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അയച്ച എഴുത്തുകളാകുമ്പോൾ അതിൻ്റെ ഭാഷയും വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അന്ന് ഇന്ദിരാഗാന്ധി ഹിമാലയൻ താഴ്വരകളിലുള്ള മിസൂറിയിൽ പഠിക്കുകയാണ്, വിദ്യാർത്ഥിനിയാണ്. പലപ്പോഴും ജയിലിൽ നിന്നായിരിക്കാം നെഹ്റു എഴുത്തുകൾ എഴുതുന്നത്. അതുകൊണ്ട് ഈ എഴുത്തുകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ചതിനകത്ത് അത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു കുറ്റബോധം. കാരണം നെഹ്റു എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ മനുഷ്യനുണ്ടായ പരിണാമവും മനുഷ്യൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയും ഇതാണ് നെഹ്റുവിൻ്റെ ആ കത്തുകളിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, പിന്നീട് മനുഷ്യൻ നദീതടങ്ങളിൽ വന്ന് താമസിച്ചു. അവിടെ നദീതട സംസ്കാരങ്ങളുണ്ടായി, ഗോത്രഭരണ സംവിധാനങ്ങളുണ്ടായി, കൃഷി അധിഷ്ഠിതമായൊരു ജീവിതം നമുക്കുണ്ടായി, രാജ്യങ്ങളുണ്ടായി, രാജാക്കന്മാരും അവരുടെ ചരിത്രങ്ങളും. ഇങ്ങനെ ലോകത്തെക്കുറിച്ച് വളരെ വിശാലമായൊരു ചിത്രമാണ് 10 വയസ്സുകാരിയായ ഇന്ദിരയ്ക്ക്, ഇന്ദുവെന്ന് അദ്ദേഹം സ്നേഹത്തോടെ വിളിക്കുന്ന ഇന്ദിരയ്ക്ക് നെഹ്റു അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മകനും 11 വയസ്സുണ്ട്. ഞാൻ ചിന്തിച്ചു, ഞാനിതിൽ എന്ത് കാര്യമേ എൻ്റെ മകന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നെഹ്റു അങ്ങനെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഇന്ദിര പ്രധാനമന്ത്രിയായി. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ അവർ എന്താകണമെന്നുള്ളത് നിർണയിക്കുന്നത്. അവരെന്ത് വായിക്കുന്നു, അവരെന്ത് കേൾക്കുന്നു, അവരെന്തുമായി പരിചയപ്പെടുന്നു, അതവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കും, യാതൊരു സംശയവുമില്ല. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഒരാശയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളാം. രണ്ടാമത്, അവരുടെ വിശ്വാസം ഏറ്റുപറച്ചിലിൽ അവസാനിച്ചില്ല, അവരുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിച്ചു. അവരുടെ വിശ്വാസം ഏറ്റുപറച്ചിലിൽ അവസാനിച്ചില്ല, അവരുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നയിച്ചു. ആ പ്രവൃത്തിയിലേക്ക് നയിച്ചതാണ് ഞാൻ ആദ്യം വായിച്ച വാക്യം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ. അവളിത് ആരോടാ പറഞ്ഞെന്നറിയാമോ? ശമരിയ പട്ടണം മുഴുവൻ പോയി പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്നു കാൺമീൻ എന്ന് അവൾ ഏറ്റുപറഞ്ഞ് അവളുടെ പട്ടണത്തിൽ മുഴുവൻ അവൾ പോയി പറഞ്ഞു. അതുകൊണ്ട് അവൾ വിശ്വസിച്ച് അവൾ ഏറ്റുപറഞ്ഞ് അവിടെ കൂടെ നിർത്തിയില്ല. അവൾ ദൈവത്തെക്കുറിച്ച് സാക്ഷിച്ചു, അവളുടെ ആളുകളുടെ ഇടയിൽ സാക്ഷിച്ചു. പിന്നീട് ചരിത്രം സാക്ഷിക്കുന്നത് ശമരിയക്കാരി സ്ത്രീ ക്രിസ്തുവിന് വേണ്ടി നീറോ ചക്രവർത്തിയുടെ സമയത്ത്
ശമരിയാക്കാരിയും അവരുടെ മക്കളും രക്തസാക്ഷികളായി എന്നാണ് ചരിത്രം പറയുന്നത്. വേദപുസ്തകത്തിലെ ഭാഗമില്ല, പിന്നീട് നടന്നതാണ്. സെയിൻറ്റ് പൊറ്റിനി അല്ലെങ്കിൽ സെയിൻറ്റ് പൊറ്റീന എന്നീ 2 നാമങ്ങളിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സെയിൻറ്റ് പൊറ്റിനിയുടെ പെരുന്നാൾ കൊണ്ടാടുന്നത്. നീറോ ചക്രവർത്തിയുടെ സമയത്ത് സെയിൻറ്റ് പൊറ്റിനിയെയും അവരുടെ മക്കളെയും നീറോ ചക്രവർത്തി വധിച്ചു. ക്രിസ്തുവിന് വേണ്ടി അവൾ രക്തസാക്ഷിയായി. ഷി വാസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സുവിശേഷകയാണ്. ആ സുവിശേഷം പിന്നീട് ചരിത്രത്തിലേക്ക് പോകണ്ട, ഈ വേദഭാഗത്തിൽ തന്നെ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അവൾ അവളുടെ നാട്ടിലേക്ക്, അവളുടെ ശമരിയ പട്ടണത്തിലേക്ക് പോയിട്ട് അവൾ പറഞ്ഞു, അവൻ മശിഹായാണ്, ഞാൻ മശിഹായെ കണ്ടു. അവൻ മശിഹായാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. എൻ്റെ ഹൃദയ വിചാരങ്ങളെ മുഴുവനായി അറിയുന്നവൻ ദൈവമാണ്. ആ ബോധ്യം അവൾക്കുണ്ടായി. ആ ബോധ്യമാണ് അവളുടെ ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ബോധ്യം അതാണ്. നമ്മൾ പലപ്പോഴും പുറമേ നടിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് മനുഷ്യരുടെ മുൻപാകെ നമ്മൾ നടിക്കാൻ ശ്രമിക്കാറുണ്ട്. വിവാഹ കുദാശയെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ഹൃദയ വിചാരങ്ങൾ അറിയാത്തവൻ്റെ മുമ്പാകെ അല്ല, അറിയുന്നവൻ്റെ മുമ്പാകെ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനാണ് ദൈവമെന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മാത്രം നിലകൊള്ളൂ. പുറമേ നമ്മൾ ആരൊക്കെയാണെന്ന് നടിക്കാൻ ശ്രമിച്ചാലും, പുറമേ നമ്മൾ എന്തല്ല എന്ന് നടിക്കാൻ ശ്രമിച്ചാലും, നമ്മളെല്ലാം അറിയുന്നവൻ ഒരുവനുണ്ട്, ദൈവമുണ്ട്. നമ്മുടെ ഉള്ളിൽ അസൂയ ഉണ്ടായാലും, കുശുമുണ്ടായാലും, സ്വാർത്ഥതയുണ്ടായാലും, നിഗളമുണ്ടായാലും, കോപമുണ്ടായാലും, ഈർഷ്യയുണ്ടായാലും ദൈവം അറിയുന്നുണ്ട്. അവക്കുണ്ടായ അബോധ്യം നമുക്കുണ്ടാകുന്നുണ്ടോ? അവളുടെ അബോധ്യമാണ് ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ. ഓർത്തഡോക്സിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഓർത്തഡോക്സി സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ വിശ്വാസം പ്രവൃത്തിപഥത്തിൽ എത്തിക്കണമെന്നുള്ളത്. ഓർത്തോപ്രാക്സിയ എന്നൊരു വാക്കുണ്ട്. ഓർത്തോപ്രാക്സിയ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം പ്രവൃത്തിയിലാക്കുക എന്നാണ് അർത്ഥം. ആ വിശ്വാസം പ്രവൃത്തിയിലാക്കുമ്പോഴേ ഓർത്തഡോക്സി പൂർണ്ണമാകത്തുള്ളൂ. ഓർത്തഡോക്സി പൂർണ്ണമാകണമെങ്കിൽ അത് പ്രവൃത്തിപഥത്തിൽ ആദ്യം വരണം. പ്രവൃത്തിപഥത്തിൽ ആദ്യം വരുന്ന വിശ്വാസമാണ് നമ്മൾ ആദ്യം രണ്ടാമത് ഏറ്റുപറയേണ്ടത്. നമുക്ക് ഏറ്റുപറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലേക്ക് നാം പോകുന്നില്ല. പ്രവൃത്തിയിൽ എത്തി നിൽക്കുമ്പോഴേ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് കാമ്പുണ്ടാകത്തുള്ളൂ. എന്തൊക്കെയാ വിശ്വാസം? നമ്മൾ ചിന്തിക്കും ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, ദൈവം എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ ഭർത്താവിനെ വഴി നടത്തുന്നു, അല്ലെ എൻ്റെ ഭാര്യയെ വഴി നടത്തുന്നു, കുഞ്ഞുങ്ങളെ വഴി നടത്തുന്നു, അതാ ദൈവം. അതിനപ്പുറത്തേക്ക് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? അന്യോന്യം സ്നേഹിക്കണം, പരസ്പരം ശുശ്രൂഷിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, നിന്റെ സഹോദരന്റെ കാവൽക്കാരനാകണം, നീതിയിൽ വളരണം, 70 വട്ടം ക്ഷമിക്കണം. ഇതെല്ലാം ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അഭിമന്യ തിരുമേനി ആമുഖവാക്കുകളിൽ പറഞ്ഞിരുന്നു, ഹാബേൽ കായീൻ ദൈവത്തോട് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതാ, മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ചരിത്രമാണത്. അവിടെ തന്നെ ദൈവം പറഞ്ഞു, എന്നാ നിന്റെ പ്രഥമമായ കടമ, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. പക്ഷേ നമ്മൾ ദൈവത്തിന് എപ്പോഴും ഒരു സ്വാർത്ഥമായ ഒരു ഭാവം കൊടുത്തിട്ടുണ്ട്. എന്നെ വഴി നടത്തുന്ന ദൈവം, എന്നെ മാത്രം വഴി നടത്തുന്ന ദൈവം. നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ അയൽക്കാരനെയും വഴി നടത്തുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് കോവിഡിൻ്റെ സമയത്താണ്. എന്തുകൊണ്ടാ? അയൽ വീട്ടിൽ കോവിഡ് ഇല്ലെന്നറിയുമ്പോഴേ നമുക്കൊരു സമാധാനമുള്ളൂ. കറണ്ട് പോകുന്ന പോലല്ല. കറണ്ട് പോകുമ്പോൾ അയൽ വീട്ടിൽ ഇല്ലെന്നറിയുമ്പോഴേ നമുക്കും ഒരു സന്തോഷം. അവിടെയില്ല, ഇവിടെയില്ല. പക്ഷെ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ കണ്ടുമുട്ടുന്നവരെയും ഞാൻ എൻ്റെ അയൽവാസികളെല്ലാവർക്കും രോഗമുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് നമ്മൾ സ്വാർത്ഥത കൈവിടിഞ്ഞത്. അപ്പം ഇത് ദൈവം നമ്മളെ പഠിപ്പിച്ചതാ. അന്യോന്യം സ്നേഹിക്കണം. ക്രിസ്തു പഠിപ്പിക്കേണ്ട അടിസ്ഥാനം തന്നെ സ്നേഹമാണ്. അന്യോന്യം സ്നേഹിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, നിന്റെ സഹോദരന്റെ കാവൽക്കാരനാകണം, 70 വട്ടം ക്ഷമിക്കണം. ഇത് നമ്മുടെ ഏറ്റുപറയുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ സ്ത്രീ കൊണ്ടുവന്നു, ശമരിയാക്കാരി സ്ത്രീ കൊണ്ടുവന്നു. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വചനങ്ങളെ ഈ ഭൂമിയിൽ നമ്മ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമായിരുന്നോ?
നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മുടെ ദേവാലയങ്ങളിൽ സമാധാനം ഉണ്ടാവുകയില്ലായിരുന്നു. സഭകൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാവുകയില്ലായിരുന്നു. എവിടെയാ ദൈവത്തിന്റെ പഠിപ്പിക്കലുകൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങി കേൾക്കുന്നത്? അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്ന ഏറ്റുപറച്ചിലിൽ അവസാനിക്കരുത്. വിശ്വാസം പൂർണ്ണമാകുന്നത് പ്രവൃത്തിയിൽ കൂടിയാണ്. ശാസ്ത്ര ലോകത്തിൽ ഒരു സിദ്ധാന്തമുണ്ട്, ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. കേട്ടിട്ടുണ്ടായിരിക്കാം. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത് ശാസ്ത്രലോകത്തിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഭൂമിയിൽ ഒരു ചുഴലിക്കാറ്റോ ഒക്കെ ഉണ്ടാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ, മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ചിത്രശലഭങ്ങളുടെ ചെറിയ ചിറകിട്ടടികൾ പോലും ടൊർണാഡോസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾക്ക് കാരണമാകുമെന്നുള്ളതാണ് ആ പഠനം. സയൻസ് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നോക്കാം, ബ്രൗസ് ചെയ്യാം. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. ഈവൻ ദ ഫ്ലാപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് വിങ്സ് ക്യാൻ ക്രിയേറ്റ് ടൊർണാഡോസ്. ചിത്രശലഭങ്ങളുടെ ചിറകിട്ടടികൾ പോലും ചുഴലിക്കാറ്റുകൾ ഉടനെ ഉണ്ടാകും എന്നുള്ളതല്ല, പക്ഷേ കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ ഒരാൾ ചിന്തിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് മാറ്റം വരാനാ ഉണ്ടാകും? അതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. നമ്മൾ ഒരു വ്യക്തി വിചാരിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാകും, ആ കുഞ്ഞുങ്ങൾ പോകുന്ന ഇടങ്ങൾ നന്നാകും, അവരുടെ സൗഹൃദ വലയങ്ങൾ നന്നാകും, ദേവാലയങ്ങൾ കൂടുതൽ സമാധാനമുണ്ടാകും, സമൂഹത്തിന് ശാന്തി ഉണ്ടാകും. അതാ ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ശമരിയാക്കാരി സ്ത്രീ ആരാ? അവൾ ആ സമൂഹത്തിൽ യേശുക്രിസ്തുവിന്റെ രക്ഷണീയ പ്രവർത്തനം മുഴുവൻ എടുത്തു നോക്കിയാൽ അറിയാം, സമൂഹത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ലാത്തവരാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. പക്ഷെ അവർക്ക് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ആ ചലനങ്ങളിൽ നിന്നാണ് 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത്. ചെറിയ ചലനങ്ങളായിരിക്കാം, പക്ഷെ ആ ചലനങ്ങൾക്ക് വലിയ അർത്ഥങ്ങളുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. ഇതുമായിട്ട് ഒരു ചെറിയ കഥ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ജപ്പാനിൽ ഉണ്ടായ ഒരു സംഭവത്തെ പിന്നീട് കഥയാക്കി മാറ്റിയതാണ്. ലെഫ്കാഡിയോ ഹേൺ എന്ന് പറയുന്നൊരു വിദേശ എഴുത്തുകാരൻ എഴുതിയ എ ലിവിങ് ഗോഡ് എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്, എ ലിവിങ് ഗോഡ്. ആ കഥ സംഭവിക്കുന്നത് ജപ്പാനിലാണ്. ജപ്പാൻ നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വളരെ മുൻപിലാണ്. എന്നിരുന്നാലും പ്രകൃതി ദുരന്തങ്ങളും ആ നാടിനെ ബാധിക്കാറുണ്ട്. എർത്ത്ക്വേക്സും സുനാമിയും ഒക്കെ ആ നാട്ടിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ളതാണ്. ഭൂകമ്പങ്ങളും സുനാമികളുമൊക്കെ. അതുകൊണ്ട് അവരുടെ കെട്ടിട നിർമ്മാണങ്ങളും ഒക്കെ അത്തരത്തിലാണ്. അവരുടെ കുട്ടികൾക്കും അതിനുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട്, ഭൂകമ്പങ്ങൾ ഉണ്ടായാൽ എങ്ങനെ അതിനെ അതിജീവിക്കണമെന്നൊക്കെ. അപ്പോൾ ഈ കഥ ജപ്പാനിൽ നടക്കുന്നു. അവിടെ അവരുടെ ഗ്രാമത്തിൽ ഒരു വലിയ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രാമവാസികൾ എല്ലാവരും തന്നെ കടൽ തീരത്തുണ്ട്. അവർ കടൽ തീരത്താണ്, അതൊരു ചെറിയ ഗ്രാമമാണ്. കടൽ തീരത്ത് അവർ ആ ഉത്സവം ആഘോഷിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രായമായ ഒരു മനുഷ്യനുണ്ട്. ഹമാഗുച്ചി ഗോഹെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗോഹെ എന്ന് ഓർത്താൽ മതി, പേരല്ല നമ്മുടെ ഇവിടുത്തെ പ്രധാന വിഷയം. ഗോഹെ എന്ന് പറയുന്ന ഒരു പ്രായമായ മനുഷ്യനുണ്ട്. അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രമാണിയാണ്, നാട്ടിലെ ഒരു സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ ഈ കടലിൻ്റെ കുറച്ച് മുകളിലായി, ഒരു കുന്നിന് മുകളിലായി അദ്ദേഹത്തിന് കൃഷിയിടവും അദ്ദേഹത്തിൻ്റെ കൊച്ചു വീടുമൊക്കെയുണ്ട്. അപ്പോൾ താഴെ ഈ വലിയ ഉത്സവം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുന്നിൻ പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹം ദൂരേക്ക് നോക്കുമ്പോൾ കടലിൽ അസാധാരണമായ ചില മാറ്റങ്ങൾ, കാലാവസ്ഥയിലും പ്രകൃതിയിലുമൊക്കെ അസാധാരണമായ ചില മാറ്റങ്ങൾ കാണുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പക്വത കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു സുനാമിക്കുള്ള തുടക്കമാണ്. അപ്പോൾ ഗ്രാമം മുഴുവൻ കടൽ തീരത്താണ്. ഈ ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അവിടെ പോയി അവരോട് കാര്യം പറഞ്ഞ് അവരെ മുകളിലെത്തിക്കുക എന്ന് പറയുന്നത് എളുപ്പം സംഭവിക്കത്തില്ല. ഒരുപക്ഷെ കുറച്ചുപേരെ രക്ഷിക്കാൻ സാധിക്കുമായിരിക്കാം, അതിനപ്പുറത്തേക്ക് പറ്റില്ല. അപ്പോൾ ഈ ഗ്രാമത്തെ ഒന്നടങ്കം ഈ കുന്നിൻ മുകളിൽ എത്തിക്കണം. ഈ ഗ്രാമത്തെ ഒന്നടങ്കം കുന്നിൻ മുകളിൽ എത്തിച്ചാൽ ഈ ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കാം. ഈ മനുഷ്യൻ ചിന്തിച്ചു, തൊട്ടപ്പുറത്തെ കുന്നിന്മേൽ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്, അവിടെ പോയി മണിയടിച്ചാൽ ഒരുപക്ഷെ ഗ്രാമം മുഴുവൻ കേട്ടെന്ന് വരാം. പക്ഷേ ഈ വൃദ്ധനായ മനുഷ്യൻ ഈ കുന്നും പുറത്തു നിന്ന് ഇറങ്ങി അടുത്ത കുന്നിൻ്റെ മുകളിലെത്തണം, അതിനും സമയമെടുക്കും. ഈ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ വിളകളെല്ലാം കൂട്ടിയിട്ടിരുന്നത് അദ്ദേഹം കത്തിച്ചു. അദ്ദേഹം വിളവെടുത്ത് കൂട്ടിയിട്ടിരുന്നതാണ്. അദ്ദേഹം ആ നാട്ടിലെ സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത കുറേ വർഷങ്ങൾക്കത്തേക്കുള്ള സമ്പാദ്യമാണ്.
ആ സമ്പാദ്യത്തിന് അദ്ദേഹം തീ വെച്ചു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചെറുമകനുണ്ടായിരുന്നു. ആ കുഞ്ഞു ചോദിച്ചു, എന്തിനത് ചെയ്യുന്നു? ആ മനുഷ്യൻ മിണ്ടിയില്ല. അദ്ദേഹം എത്രയും പെട്ടെന്ന് ആ തീ ആളിക്കത്തിക്കാമോ അത്രയും വേഗത്തിൽ ആ തീ ആളിക്കത്തിച്ചു. കുന്നിൻ്റെ മുകളിൽ തീ ആളിക്കത്തുന്നത് കണ്ടതുകൊണ്ട് ജനങ്ങൾ അവിടെ കൂടി. അവർ പറയുന്നുണ്ട്, ആരോഗ്യ ദൃഢഗാത്രരായ യുവാക്കൾ ആദ്യം ഓടിയെത്തി. അതിനു പുറകെ ഓരോരുത്തരും, ഏറ്റവും അവസാനമായി വൃദ്ധരും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഗർഭിണികളും എല്ലാവരും കുന്നിൻ മുകളിലെത്തി. കാരണം അസാധാരണമായ ഒരു തീയാണ് ആളിക്കത്തുന്നത്. അവർ കുന്നിൻ മുകളിലെത്തിയപ്പോഴേക്കും സുനാമി ആ തീരത്ത് ആഞ്ഞടിച്ചു കഴിഞ്ഞു. പിന്നീട് അവർ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഗ്രാമമില്ല. ആ ഗ്രാമത്തെ സുനാമി വിഴുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു കുഞ്ഞിനെ പോലും നഷ്ടപ്പെടാതെ എല്ലാവരും സുരക്ഷിതമായി കുന്നിൻ മുകളിൽ ഈ വൃദ്ധൻ എത്തിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായി. പിന്നീട് ഈ മനുഷ്യന്റെ പേരിൽ അവരൊരു ചെറിയ ക്ഷേത്രമുണ്ടാക്കി. ആ മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ അവനൊരു ക്ഷേത്രമുണ്ടാക്കി അദ്ദേഹത്തെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ആരാധന അവിടെ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിലിൽ അധ്വാനിച്ച് അദ്ദേഹം ജീവിച്ചു പോന്നു. ഈ കഥ ഭാവന മാത്രമല്ല, 17-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ആ സംഭവത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ കഥ. അപ്പം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രവൃത്തിയിൽ നിന്ന് ഒരു ജനതയെ മുഴുവൻ രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികതയിൽ ഭൗതികത കടക്കരുത്, കലരരുത്. കലർന്നു പോയെങ്കിൽ ഈ പറയുന്ന വിമോചന ദൗത്യം നമുക്ക് സാധ്യമാകാതെ വരും. നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് താഴ്മയാണ്, വിനയമാണ്, സഹിഷ്ണുതയാണ്, നിസ്വാർത്ഥതയാണ്. ഇതൊക്കെയാണ് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത്. പരസ്പര ബഹുമാനമാണ്, പരസ്പര കരുതലാണ്, പങ്കുവയ്ക്കലാണ്. ഇതാണ് നമ്മളും ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് പ്രവൃത്തിഭാവത്തിൽ കൊണ്ടുവരണം. ഇത് പ്രവൃത്തിഭാവത്തിൽ കൊണ്ടുവരുമ്പോഴേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. ഇത് എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാം നമ്മളെ തന്നെ പരിശോധിക്കണം. യാക്കോബ് 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ വിശ്വാസം പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസം പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. ലോകം മുഴുവൻ വിശ്വാസികളുണ്ട്. പക്ഷേ ഈ ലോകത്തിലൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? നമ്മുടെ വിശ്വാസം പ്രവൃത്തികളില്ലാതെ നിർജീവമായി പോവുകയാണ്. പ്രകടനാത്മകത വർദ്ധിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് അറിയാതെ പോകുന്നു. പലതിൻ്റെയും അർത്ഥം നമുക്കറിയില്ല. നമ്മൾ ദേവാലയത്തിൽ പോകുന്നു എന്തിന്? രൂപാന്തരം ഉണ്ടാകാനാണ്. അതാണ് ആത്യന്തിക ലക്ഷ്യം. രൂപാന്തരം ഉണ്ടാകണം. പക്ഷെ നേർച്ച മാത്രമായി അത് മാറുകയാണ്. ഞാനൊരിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 12th ഒരു പയ്യൻ ക്ലാസ്സിൽ ഇരുന്ന് എഴുതുക. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എഴുതുക. അപ്പോൾ അവൻ എഴുതിക്കൊണ്ടിരുന്ന ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. അവന് ഉത്തരം അറിയത്തില്ല. അപ്പോൾ അവൻ ഞാൻ എംപോസിഷൻ കൊടുത്തു. അടുത്ത ദിവസം വന്നപ്പോൾ അവൻ എംപോസിഷൻ എന്നെ കാണിച്ചു. പക്ഷെ പിന്നെ ഇരുന്ന് എഴുതുക. അപ്പോൾ ഞാൻ അവനെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. അപ്പം അവൻ എന്നോട് പറഞ്ഞു, ടീച്ചർ, ഞാൻ ഇന്നലെ ക്ലാസ്സിൽ ഇരുന്ന് ട്യൂഷനിലെ നോട്ട് എഴുതുമായിരുന്നു. അപ്പോഴാണ് ടീച്ചർ എനിക്ക് എംപോസിഷൻ തന്നത്. ശരി. അത് കഴിഞ്ഞ് ട്യൂഷന് പോയപ്പം അവിടെ ചെന്നിട്ട് ഞാൻ ഈ എംപോസിഷൻ എഴുതി. അപ്പം അവിടുത്തെ സാർ എനിക്ക് എംപോസിഷൻ തന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ആ എംപോസിഷൻ എഴുതാം. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെയും വന്നിരുന്ന് ഇമ്പോസിഷൻ എഴുതുന്നു, അവിടെയും പോയിരുന്ന് ഇമ്പോസിഷൻ എഴുതുന്നു. സ്കൂളിലെ ഫീസും കൊടുക്കുന്നുണ്ട്, ട്യൂഷൻ്റെ ഫീസും കൊടുക്കുന്നുണ്ട്. എന്തിനാ സ്കൂളിൽ പോകുന്നത്? എന്തിനാ ട്യൂഷന് പോകുന്നത്? ലക്ഷ്യമില്ല. തമാശയായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്. നല്ല വ്യക്തികളാകാത്തത് എന്താ? ഈ രൂപാന്തരം സംഭവിക്കുന്നില്ല. ലക്ഷ്യം മറന്നു പോകുന്നു, ലക്ഷ്യം മാറിപ്പോകുന്നു, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു. ക്രിസ്തുവ കേന്ദ്രം. അവൻ സ്നേഹമാണ്, അവൻ താഴ്മയാണ്, അവൻ വിനയമാണ്, അവൻ നിസ്വാർത്ഥനാണ്. ഇതിൻ്റെ എല്ലാം പര്യായമാണ് ക്രിസ്തു. പക്ഷെ ആ ക്രിസ്തു ഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചാൽ ഡിസ്റ്റോപ്പിയൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോപ്പിയൻ ജോൺറ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അതായത് വരാനിരിക്കുന്ന ലോകത്തിൽ ലോകം നാശത്തിലേക്ക് പോവുകയാണെന്നും ആ ലോകം ദുരിതപൂർണമാകുമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച്
1950കളിലും 40കളിലും ഒക്കെ മനുഷ്യരെഴുതിയ അനേകം കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്രകാരം ഞാൻ പഠിപ്പിച്ചൊരു കഥയുണ്ട്. ആ കഥയിൽ ഒരു മനുഷ്യൻ രാത്രി 8 മണിക്ക് ഇറങ്ങി നടക്കുകയാണ്, റോഡിൽ കൂടെ നടക്കുകയാണ്. റോഡിൽ കൂടെ അവൻ നടക്കുമ്പം ആ തെരുവ് മുഴുവൻ വിജനമാണ്. വഴികളിലെല്ലാം പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നു. എന്ന് വെച്ചാൽ എന്താ, അവിടെ ആരും നടക്കുന്നില്ല. ആരും നടക്കാത്തത് കൊണ്ടാണ് വഴിയിലെല്ലാം പുല്ല് വളർന്നു നിൽക്കുന്നത്. അവൻ കുറേ ദൂരെ ഇങ്ങനെ നടക്കുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു. ആ കാറിനകത്തുനിന്ന് പോലീസിൻ്റെ കാറാണ്. കാറിനകത്ത് മനുഷ്യരൊന്നുമില്ല, ശബ്ദം കേൾക്കാം. നീ ആരാണ്, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, നടക്കാൻ ഇറങ്ങിയതാണ്. അവനെ ആ കാറെടുത്ത് അകത്തിട്ടേക്ക് കൊണ്ടുപോകുന്നു. മനുഷ്യനില്ല, അത് റോബോട്ടാണ്, റോബോട്ടിക് പോലീസ് കാറാണ്. അവൻ ചെയ്ത പാപം എന്താ, അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റെന്താണ്? നിയമപ്രകാരം അവൻ നടക്കാൻ ഇറങ്ങി. അവൻ മനുഷ്യരെ കാണാൻ ആഗ്രഹിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ കഥ എഴുതി ദ പെഡസ്ട്രിയൻ റേ ബ്രാഡ്ബറിയുടെ ഒരു കഥയാണ്. ഈ കഥ 2053 നടക്കുമെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇറങ്ങി നോക്കും, വഴി മനുഷ്യരൊക്കെ ഉണ്ട്. നേരെ നോക്കുന്ന എത്ര പേരുണ്ട്? ട്രെയിനിൽ സഞ്ചരിച്ചാൽ, ഞാൻ ട്രെയിനിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്, അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെ നോക്കുന്ന എത്ര പേരുണ്ട്? നമ്മളെപ്പോഴും നമ്മുടെ ഫോണിലാണ്. സമൂഹത്തെ എങ്ങനെ വീണ്ടെടുക്കാനാ? ഫേസ്ബുക്കിൽ കൂടെ വീണ്ടെടുക്കൂ, ഇൻസ്റ്റഗ്രാമിൽ കൂടെ വീണ്ടെടുക്കൂ. മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കണം, അവൻ്റെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കണം. അവിടെയാ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ശമരിയാക്കാരി സ്ത്രീയുടെ അവളുടെ ഏറ്റുപറച്ചിൽ, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവിൻ. ആ മനുഷ്യൻ മശിഹായാണ്. ഇത് തിരിച്ചറിഞ്ഞവരാണ് സഹദേന്മാർ. അവരെന്താണെന്ന്, അല്ലെങ്കിൽ അവൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞവരാണ് സഹദേന്മാർ. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന സ്തേഫാനോസ് സഹദ ഷമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമാണ്. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞു, ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകൾ, ക്രിസ്തു പ്രാർത്ഥിച്ചത് അതേപോലെ പ്രാർത്ഥിച്ച ആളാണ് സെയിൻറ്റ് സ്റ്റീഫൻ. ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണേ, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല, ഞാൻ വളർന്നിട്ടില്ല. അതാണ് നമ്മുടെ മുമ്പിൽ സഹോദരന്മാർ വെക്കുന്ന വെല്ലുവിളി. നമ്മൾ മധ്യസ്ഥതയ്ക്കായി, അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ സഹോദരന്മാരുടെ മുമ്പിലെത്തും. പക്ഷെ അവർ കാണിച്ചു തരുന്ന ചില വെല്ലുവിളികളുണ്ട്. ഇത് ഏറ്റെടുക്കാൻ ഞാനോ നിങ്ങളോ തയ്യാറാണോ? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ ഞാൻ കണ്ടു, അവനെ വന്നു കാണുമീൻ, അവൻ മശിഹായാണ്. 2 ആശയങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. വിമോചന ദൗത്യം, ലിബറേഷൻ മിഷൻ എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ മുൻപിലായി വെച്ച ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ലിബറേഷൻ, വിമോചനം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ സ്വയം രൂപാന്തരം ഉണ്ടാകണം. ഗാന്ധിജി അപ്രകാരമുണ്ടായൊരു മനുഷ്യനാണ്. ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഗാന്ധിജി എല്ലാ വേലിക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് അവരോടൊപ്പം ചേർന്നു. അപ്പോഴാണ് വിമോചനം സാധ്യമായത്. നെൽസൺ മണ്ടേല അപ്രകാരമാണ് വിമോചനം സാധ്യമായത്. ലോകത്തെ മാറ്റിമറിച്ച എല്ലാ നേതാക്കന്മാരെ നോക്ക്. നമ്മുടെ ഉള്ളിലുള്ള അനേകം വേലിക്കെട്ടുകളുണ്ടാകും. അതെല്ലാം മാറ്റിയെടുത്തൊരു രൂപാന്തരം ഉണ്ടാകണം. അപ്പോൾ വിമോചനം സാധ്യമാകും. രണ്ടാമത്, അവരുടെ വിശ്വാസം ഏറ്റുപറച്ചിലിൽ അവസാനിച്ചില്ല, അവരുടെ വിശ്വാസം പ്രവൃത്തിയിലാണ് അവസാനിച്ചത്. നമ്മളുടെയൊക്കെ വിശ്വാസം ഏറ്റുപറച്ചിലിൽ അവസാനിക്കരുത്. ഓർത്തഡോക്സി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലൂടെ നാം മറ്റു മനുഷ്യരുടെ മുൻപിൽ നാം കാണിക്കേണ്ടത്. നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം എങ്ങനെയാണ് മറ്റുള്ളവർ കാണേണ്ടത്? നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയാണ്. നമ്മൾ സഹനത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ, ക്ഷമയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ, ത്യാഗമനോഭാവമുള്ളവരാണെങ്കിൽ സമൂഹം നമ്മളെ നോക്കി സാക്ഷിക്കും, അവൻ അല്ലെങ്കിൽ അവൾ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത്. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പി ഡി സെക്രട്ടറി അച്ഛൻ സമയത്തിൽ വളരെ കണിശക്കാരനാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വികാരി അച്ഛനായിരുന്നല്ലോ. അച്ഛൻ പ്രസംഗങ്ങൾ അവസാനിക്കും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ പറയും, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോഴും അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് അത് ഞാൻ കേൾക്കണം. ആ സമയക്ലിപ്തത ഞാനും പാലിക്കണം. വളരെ സന്തോഷമുണ്ട് അച്ഛൻ എന്നെ വിളിച്ചതിൽ, ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടും റോയി അച്ഛനോടും ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും സർവോപരി എന്നെ കേട്ട എൻ്റെ ആത്മീയ പിതാക്കന്മാരായ വൈദിക ശ്രേഷ്ഠരോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.